Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ് പയ്യന്നൂർ. അപ്പോളോ ക്ലിനിക്, റിയാദ് മോൾ, പെരുമ്പ. Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ ഭരണഘടനയെയും മതേതരത്വവും തകർക്കുന്ന സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നത് എന്ന് സിപിഐഎം ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. പഴയങ്ങാടിയിൽ എൽഡിഎഫ് തിരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുഞ്ഞിമംഗലത്ത് സിപിഐഎം ഓഫീസിന് നേരെ അക്രമം. സിപിഐഎം കുഞ്ഞിമംഗലം നോർത്ത് ലോക്കലിലെ താമരംകുളങ്ങര ബ്രാഞ്ച് ഓഫീസ് ഷേണായി സ്മാരക മന്ദിരത്തിന് നേരെയാണ് അക്രമം നടന്നത്. തിരഞ്ഞെടുപ്പ് പ്രചരണ ബോർഡുകളും കൊടികളും കൊടിമരവും ഫർണിച്ചറുകളും നശിപ്പിച്ചു. ചൊവ്വാഴ്ച പുലർച്ചെയോടെയാണ് സംഭവം. അക്രമത്തിൽ പ്രതിഷേധിച്ച് പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. സിപിഎമ്മും ബിജെപിയും ഒരു നാണയത്തിന്റെ 2 വശങ്ങളെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഇലക്ട്രൽ ബോണ്ട് വഴി കേന്ദ്രം ജനങ്ങളെ വഞ്ചിച്ച പോലെ തന്നെയാണ് കേരളത്തിൽ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പും നടന്നിട്ടുള്ളത്. പുനർനിർമ്മിക്കപ്പെട്ട എടനാട് മഹാത്മാ മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചീമേനി ചെമ്പ്രകാനത്ത് യുവതി മക്കളെ കൊന്ന് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പോലീസ് അന്വേഷണം ഭർതൃബന്ധുക്കളിലേക്ക്. സംഭവത്തിന് കാരണം കുടുംബവഴക്കാണെന്നാണ് പോലീസ് നിഗമനം. മരിച്ച സജനയുടെ ഫോൺ പോലീസ് സൈബർ സെൽ പരിശോധിച്ചു വരികയാണ്. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ ഭരണഘടനയെയും മതേതരത്വവും തകർക്കുന്ന സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നത് എന്ന് സിപിഐഎം ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. പഴയങ്ങാടിയിൽ എൽഡിഎഫ് തിരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി വർഗീയത ആളിക്കത്തിക്കുകയാണ്. വിശേഷ ദിവസങ്ങളിൽ നോൺ വെജ് കഴിക്കുന്നു എന്നതാണ് അവർ തിരഞ്ഞെടുപ്പ് വിഷയം ആക്കുന്നത്. എനിക്ക് മാടായി നിവാസികളോട് അഭ്യർത്ഥിക്കാനുള്ളത് നരേന്ദ്രമോദിയെ മാടായിക്കാവിലേക്ക് ക്ഷണിക്കണം. മാടായിക്കാവിൽ നിന്ന് എങ്ങനെയാണ് ചിക്കൻ പ്രസാദമായി നൽകുന്നത് എന്ന് അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കണം. ഇതാണ് ഇന്ത്യ എന്നും അദ്ദേഹത്തെ കാണിച്ചു കൊടുക്കണം. ഈ വൈവിധ്യത്തിന്റെ പേരാണ് ഇന്ത്യ. ഇതിനെയാണ് നരേന്ദ്രമോദിയും ബിജെപിയും തകർക്കാൻ ശ്രമിക്കുന്നതെന്നും സീതാറാം യെച്ചൂരി പറഞ്ഞു. വാദ്യമേളങ്ങളോടെയാണ് സീതാറാം യെച്ചൂരിയെ സ്വീകരിച്ചത്. I believe very close by, you have a religious place which is called Madai Kavi. Madai Kavi, where the offering is always chicken to everybody. And we call Modi to feed him the chicken and say that this is what is offered as a religious prasadam in this place, in this Madai Kavi to everybody, Hindu, Muslim, Sikh or Christian. That is India. We have our diversity. We have our diversities of our language, our culture, our traditions, our habits, but we are all Indian in the final analysis. പി നാരായണൻ അധ്യക്ഷത വഹിച്ചു. എൽഡിഎഫ് സ്ഥാനാർത്ഥി എം.വി. ബാലകൃഷ്ണൻ മാസ്റ്റർ, പി. കരുണാകരൻ, ടി.വി. രാജേഷ്, എം.വി. ജിൻ, സി.പി. മുരളി, സുഭാഷ് അയ്യോത്ത്, പി.വി. മുകുന്ദൻ, ഹാഷിം അരിയിൽ, പി.പി. ദാമോദരൻ, താവം ബാലകൃഷ്ണൻ എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കുഞ്ഞിമംഗലത്ത് സിപിഐഎം ഓഫീസിന് നേരെ അക്രമം. സിപിഐഎം കുഞ്ഞിമംഗലം നോർത്ത് ലോക്കലിലെ താമരംകുളങ്ങര ബ്രാഞ്ച് ഓഫീസ് ഷേണായി സ്മാരക മന്ദിരത്തിന് നേരെയാണ് അക്രമം നടന്നത്. തിരഞ്ഞെടുപ്പ് പ്രചരണ ബോർഡുകളും കൊടികളും കൊടിമരവും ഫർണിച്ചറുകളും നശിപ്പിച്ചു. ചൊവ്വാഴ്ച പുലർച്ചെയോടെയാണ് സംഭവം. കുഞ്ഞിമംഗലത്ത് സിപിഐഎം ഓഫീസിനു നേരെ അക്രമം. താമരംകുളങ്ങരയിലെ ബ്രാഞ്ച് ഓഫീസായ ഷേണായി മന്ദിരത്തിനു നേരെയാണ് അക്രമം നടന്നത്. പതാക കീറിക്കളയുകയും LDF തെരഞ്ഞെടുപ്പ് പ്രചരണ ബോർഡുകൾ വ്യാപകമായി തകർക്കുകയും ചെയ്തു.
മന്ദിരത്തിന്റെ വാതിൽ തകർത്ത് അകത്തുകയറിയ അക്രമികൾ ഓഫീസിനകത്തെ കസേരകൾ ഉൾപ്പെടെയുള്ളവ അടിച്ചു തകർത്ത നിലയിലാണ്. LDF കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്ററുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി തയ്യാറാക്കിയിരുന്ന ഓഫീസിനകത്തും പുറത്തുമുണ്ടായിരുന്ന ഫ്ലെക്സ് ബോർഡുകൾ ഉൾപ്പെടെ അക്രമികൾ നശിപ്പിച്ചു. ഫ്ലെക്സ് ബോർഡുകളിൽ നിന്നും സ്ഥാനാർത്ഥിയുടെ തല വെട്ടിമാറ്റിയ നിലയിലായിരുന്നു. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ, ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി TV രാജേഷ്, M വിജിൻ MLA, K പത്മനാഭൻ, V വിനോദ് ഉൾപ്പെടെയുള്ള നേതാക്കൾ സ്ഥലം സന്ദർശിച്ചു. വിവരമറിഞ്ഞ് പയ്യന്നൂർ പോലീസ് സംഭവസ്ഥലത്തെത്തി പരിശോധിച്ച് അന്വേഷണം ആരംഭിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. CPIM കുഞ്ഞിമംഗലം നോർത്ത് ലോക്കലിലെ താമരംകുളങ്ങര ബ്രാഞ്ച് ഓഫീസ് ഷേണായി സ്മാരക മന്ദിരത്തിന് നേരെയുണ്ടായ അക്രമത്തിൽ പ്രതിഷേധിച്ച് പ്രതിഷേധ പ്രകടനം നടത്തി. LDF കൺവീനർ EP ജയരാജൻ പൊതുയോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. നിരവധി പ്രവർത്തകർ പ്രകടനത്തിലും തുടർന്ന് നടന്ന പൊതുയോഗത്തിലും പങ്കെടുത്തു. CPIM കുഞ്ഞിമംഗലം നോർത്ത് ലോക്കലിലെ താമരംകുളങ്ങര ബ്രാഞ്ച് ഓഫീസായ ഷേണായി മന്ദിരത്തിനു നേരെയുണ്ടായ അക്രമത്തിൽ പ്രതിഷേധിച്ച് പ്രകടനം നടന്നു. താമരംകുളങ്ങര കേന്ദ്രീകരിച്ച് നടന്ന പ്രകടനത്തിൽ നിരവധി പേർ അണിനിരന്നു. തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ LDF കൺവീനർ EP ജയരാജൻ സംസാരിച്ചു. മല്ലിയോട്ട് ക്ഷേത്രവും പരിസര പ്രദേശങ്ങളും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ എന്നും ഉയർത്തിക്കൊണ്ടുവന്നതാണ് എന്നും മല്ലിയോട്ട് ക്ഷേത്രം ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഒരു പ്രധാന കേന്ദ്രം തന്നെയാണ് എന്നും എന്നാൽ അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത കുറെ പേർ നാട്ടിലും നാടിനു പുറത്ത് ഉണ്ട് എന്നും EP ജയരാജൻ പറഞ്ഞു. ഈ കുഞ്ഞിമംഗലം മല്ലിയോട് ക്ഷേത്രവും അതിൻ്റെ പരിസര പ്രദേശങ്ങളും എല്ലാ കാലത്തും ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഈ മല്ലിയോട്ട് ക്ഷേത്രം തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം തന്നെയായിരുന്നു. അത് സഹിക്കാൻ കഴിയാത്ത കുറേ ആളുകൾ ഒരുപക്ഷെ നമ്മുടെ നാട്ടിലോ നാട്ടിന് പുറത്തോ ഉണ്ടാകും. എന്ത് വന്നാലും നിങ്ങളിൽ നിന്ന് ഒരു തരത്തിലുള്ള പ്രതികരണങ്ങളും ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങളിൽ ഉണ്ടാകരുത്. ഇവിടെ നീതി നിർവഹണം നടത്തേണ്ട പോലീസ് ആ കാര്യം നോക്കി കാര്യങ്ങളെല്ലാം നിർവഹിക്കും. CPIM ബ്രാഞ്ച് ഓഫീസ് അക്രമത്തിനെതിരെ ഒരു തരത്തിലുമുള്ള പ്രതികരണം പാർട്ടി പ്രവർത്തകർക്കിടയിൽ ഉണ്ടാകരുതെന്നും പോലീസ് അന്വേഷണം നടത്തി തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ കമ്മിറ്റി അംഗം K പത്മനാഭൻ, PP ദാമോദരൻ, V വിനോദ്, OV നാരായണൻ, വിജയൻ അടുക്കാടൻ, U ഭാസ്കരൻ, KV ജ്യോതിഷ് തുടങ്ങിയവർ സംസാരിച്ചു. VT അമ്പു അധ്യക്ഷത വഹിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. CPIM-ഉം BJP-യും ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങളെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇലക്ട്രൽ ബോണ്ട് വഴി കേന്ദ്രം ജനങ്ങളെ വഞ്ചിച്ച പോലെ തന്നെയാണ് കേരളത്തിൽ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പും നടന്നിട്ടുള്ളത്. പുനർനിർമ്മിക്കപ്പെട്ട എടനാട് മഹാത്മാ മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്രത്തിൽ ഈ സർക്കാരിന് മുൻപ് വരെ ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന നികുതി പണം ജനങ്ങൾക്കായി തന്നെ വിനിയോഗിക്കപ്പെട്ടിരുന്നു. താഴേക്കിടയിൽ വരെ ആ സഹായം എത്തിയെന്നതിന് തെളിവായിരുന്നു തൊഴിലുറപ്പ് പോലുള്ള പ്രവർത്തനങ്ങൾ. ഇന്നിപ്പോൾ സമൂഹത്തിൽ ഒരു വശത്ത് അതിദരിദ്രരും മറുവശത്ത് ശതകോടീശ്വരുമാണ്. അദാനി പോലെയുള്ള ആ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാത്രമാണ് സർക്കാർ പ്രവർത്തിക്കുന്നത്. രാജീവ് ഗാന്ധിയുടെ കാലത്ത് നിർമ്മിച്ച പല പൊതുമേഖലാ സ്ഥാപനങ്ങളും ചുളുവിലേക്ക് വിറ്റ് കടം തീർക്കുകയാണ് ഇന്നിപ്പോൾ കേന്ദ്ര സർക്കാർ ചെയ്യുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇതൊക്കെയും ജനങ്ങൾ തിരിച്ചറിയുന്നുവെന്നും അവരെ വർഗീയതയുടെ പേരിൽ ഭിന്നിപ്പിക്കുന്നവർക്കൊപ്പമല്ല, മറിച്ച് ഭാരത് ജോഡോ യാത്രയിലൂടെ അവരെ ചേർത്ത് നിർത്തിയ രാഹുൽ ഗാന്ധിക്കൊപ്പമാണ് അവർ അണിനിരക്കുക. അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചുവരുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. പുനർനിർമ്മിക്കപ്പെട്ട എടനാട് മഹാത്മാ മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ. 16 ലക്ഷം കോടി രൂപ ഇന്ത്യയിലെ വൻകിടക്കാർ ബാങ്കുകളിൽ നിന്ന് പണമെടുത്ത് തിരിച്ചടയ്ക്കാതെ നാട് വിട്ടുപോയി. അവരുടെ കടം മുഴുവൻ എഴുതിത്തള്ളി ഈ മോദി സർക്കാർ മുഴുവൻ എഴുതിത്തള്ളി. ഇനി ആ പണം ബാങ്കുകൾക്ക് കൊടുക്കണം കേന്ദ്ര ഗവൺമെന്റ്. അല്ലെങ്കിൽ ബാങ്കുകൾ കൂട്ടിപ്പോവും. എവിടെ നിന്ന് കൊടുക്കും? നമ്മുടെ പണം, നമ്മുടെ നികുതി പണം എടുത്ത് കൊടുക്കണം. അല്ലെങ്കിൽ ജവഹർലാലിന്റെ കാലത്ത് സ്ഥാപിച്ച ഒരുപാട് വലിയ വ്യവസായ സംരംഭങ്ങൾ
പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കണം. എന്നിട്ടാണ് കടം തീർക്കുന്നത്. അത് ചുളുവിലേക്ക് വിറ്റഴിച്ച് അവിടെയും ഇവർ പണമുണ്ടാക്കും. ഇവർ രാജ്യത്തെ കൊള്ളയടിച്ച ആളുകളാണ്. ഇത് പാവപ്പെട്ടവരുടെ സർക്കാരല്ല, ധനികരുടെ, വ്യവസായികളുടെ, കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള സർക്കാരാണ്. അവര് ഈ ഭിന്നതകൾ ഉണ്ടാക്കി മതപരമായ വിഷം കുത്തിവെച്ച് ആളുകളെ ശത്രുക്കളാക്കുന്നത് മാത്രമല്ല, അവർ ഈ രാജ്യത്തെ കൊള്ളയടിക്കുന്നവർ കൂടിയാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ജനങ്ങളിലേക്ക് പറയാം. ചടങ്ങിൽ കെ വിജയൻ അധ്യക്ഷത വഹിച്ചു. കെ പി കുഞ്ഞിക്കണ്ണൻ, അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ, എം കെ രാജൻ, എം പി ഉണ്ണികൃഷ്ണൻ, അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ, സുധീഷ് കടന്നപ്പള്ളി, എ പി നാരായണൻ, കെ ജയരാജൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കോൺഗ്രസ് 20 സീറ്റിലും അധികാരത്തിൽ വരുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം എല്ലാ തരത്തിലും കോൺഗ്രസിന് അനുകൂലമാണെന്നും അദ്ദേഹം നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു. കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ 20 സീറ്റും ഐക്യജനാധിപത്യ മുന്നണി ജയിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അത്ര വലിയ തരംഗമാണ് UDF അനുകൂല തരംഗം, കോൺഗ്രസ് അനുകൂല തരംഗമാണ് ജനങ്ങളുടെ ഇടയിൽ. ജനങ്ങൾ ഈ രണ്ട് സർക്കാരിനെയും വെറുക്കുന്നു. ഒന്നൊരു ഫാസിസ്റ്റ് വർഗീയ ഗവൺമെൻറ്, ജനങ്ങൾക്ക് പേടിയാണ്, ഭീതിയാണ്. എങ്ങനെ ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റും, നമ്മുടെ ഭരണഘടന ഇവർ മാറ്റുമോ, ഇല്ലാതാക്കുമോ, ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയുമോ എന്നുള്ള പേടിയാണ്. മറുവശത്ത് അതിൻ്റെ മറുവശമാണ് കേരളം മുഴുവൻ തകർത്ത് തരിപ്പണമാക്കി, സാമ്പത്തികമായി നമുക്ക് ജീവിക്കാൻ കഴിയാത്ത സ്ഥിതിയാക്കി, അഴിമതിക്കൊരു കുറവുമില്ല, ധിക്കാരത്തിനും ദാർഷ്ട്യത്തിനും ഒരു കുറവില്ലാത്ത സ്ഥിതിയാണ്. ഈ രണ്ട് സർക്കാരുകൾക്കുമെതിരായ അതിശക്തമായ വികാരം നമ്മുടെ നാട്ടിൽ, രാജ്യത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണം എന്നും കേരളത്തിലെ മതേതര വിശ്വാസികളായ ജനങ്ങൾ ആഗ്രഹിക്കും. ഈ സർക്കാർ ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന, എല്ലാത്തരം ക്രിമിനലുകൾക്കും കൊടപിടിച്ചു കൊടുക്കുന്ന ഒരു സർക്കാരാണ് ജനങ്ങൾക്കറിയാം. അതിൻ്റെ പ്രതിഷേധം സ്വാഭാവികമല്ല. ചീമേനി ചെമ്പ്രകാനത്ത് യുവതി മക്കളെ കൊന്ന് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പോലീസ് അന്വേഷണം ഭർതൃബന്ധുക്കളിലേക്ക്. സംഭവത്തിന് കാരണം കുടുംബവഴക്കാണെന്നാണ് പോലീസ് നിഗമനം. മരിച്ച സജനയുടെ ഫോൺ പോലീസ് സൈബർ സെൽ പരിശോധിച്ചു വരികയാണ്. കഴിഞ്ഞ ഏപ്രിൽ 9 ഉച്ചയ്ക്ക് 1:30 ചെമ്പ്രകാനത്ത് ഇടുക്കി അടിമാലി സ്വദേശിയും ചോയ്യങ്കോട് വൈദ്യുതി ഓഫീസ് സബ് എഞ്ചിനീയറുമായ CA രഞ്ജിത്തിൻ്റെ ഭാര്യയും ഞണ്ടാടി സ്വദേശിനിയും പെരിങ്ങോംവയക്കര പഞ്ചായത്തിലെ സീനിയർ ക്ലർക്കുമായ കെ സജന, മക്കളായ ഗൗതം, തേജസ് എന്നിവരെ ശ്വാസം മുട്ടിച്ച് കൊന്ന ശേഷം വീട്ടിൽ തൂങ്ങി മരിച്ചത്. ഭർത്തൃമാതാവ് സജനയുമായി വഴക്കിട്ടതിനെ തുടർന്ന് അടിമാലിയിലേക്ക് പോയിരുന്നു. സജനയും കുട്ടികളും ഞണ്ടാടിയിലെ വീട്ടിലായിരുന്നു. മരിക്കുന്നതിന് 2 ദിവസം മുൻപാണ് ഭർത്തൃ വീട്ടിലെത്തിയത്. പ്രശ്നങ്ങൾ കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കിയതായി സൂചനയുണ്ട്. ഭർത്താവ് രാവിലെ ജോലിക്ക് പോവുകയും ഭർത്തൃപിതാവ് ശിവശങ്കരൻ പുറത്തേക്കിറങ്ങുകയും ചെയ്തതിന് പിന്നാലെയാണ് സജന മക്കളെ ശ്വാസം മുട്ടിച്ചു കൊന്ന് കിടക്കയിൽ കിടത്തി പുതപ്പിച്ച ശേഷം കൈഞ്ഞരമ്പ് മുറിച്ച് വീടിന് മുകൾ നിലയിൽ കെട്ടിത്തൂങ്ങി മരിച്ചത്. ഉയർന്ന മതിലിനകത്തുള്ള വീടായതിനാൽ പരിസരവാസികൾ സംഭവം അറിഞ്ഞിരുന്നില്ല. പരിസരവാസികളുമായി അധികം ബന്ധമൊന്നും ഇല്ലാത്ത വിധത്തിലായിരുന്നു ഈ കുടുംബം താമസിച്ചിരുന്നത്. 2012 സജനയും രഞ്ജിത്തും തമ്മിൽ വിവാഹിതരായത്. പ്രണയവിവാഹമായിരുന്നു. പിലിക്കോട് പഞ്ചായത്ത്, കരിവള്ളൂർ പെരളം പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ ജോലി ചെയ്തിട്ടുള്ള സജിനെക്കുറിച്ച് സഹപ്രവർത്തകർക്കും നല്ല അഭിപ്രായമാണ്. ഇവരുടെ ഭർത്തൃമാതാവ് റിട്ടയർഡ് അധ്യാപികയും പിതാവ് റിട്ടയർഡ് KSRTC ഡ്രൈവറുമാണ്. അന്വേഷണത്തിൻ്റെ ഭാഗമായി അടുത്ത ദിവസം സജനയുടെ ഭർത്തൃബന്ധുക്കളെ ചീമേനി പോലീസ് ചോദ്യം ചെയ്യും. ചീമേനി ഇൻസ്പെക്ടർ K സലീമിനാണ് അന്വേഷണത്തിൻ്റെ ചുമതല. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ഇനി കാണാം തിരഞ്ഞെടുപ്പ് വാർത്തകൾ. മോദി സർക്കാരിനെതിരെ രാജ്യത്തുടനീളം ഒരു നിശബ്ദ തരംഗം അലയടിക്കുന്നുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. രാജ്മോഹൻ ഉണ്ണിത്താന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം UDF കൗവായിൽ സംഘടിപ്പിച്ച കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേന്ദ്രത്തിൽ മൂന്നാമതും അധികാരത്തിൽ വരാൻ കഴിയില്ലെന്ന ഭയം BJP ക്യാമ്പുകളിൽ ഉണ്ടെന്ന് വി ഡി സതീശൻ പറഞ്ഞു. നിങ്ങൾ ഭയപ്പെടേണ്ട, നമ്മൾ അധികാരത്തിൽ വരുമെന്ന് കഴിഞ്ഞ ദിവസം മോദി തൃശ്ശൂരിൽ അണികളോട് പറഞ്ഞത് ഇതിൻ്റെ ഉദാഹരണമാണ്. കഴിഞ്ഞ 10 വർഷത്തെ നടപ്പിലാക്കിയ ഒരു ഭരണ നേട്ടം പറഞ്ഞ് വോട്ടഭ്യർത്ഥിക്കാൻ BJPക്ക് കഴിയുന്നില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു. ആകെയുള്ള 540-ൽ 19 സീറ്റുകളിലേക്കാണ് CPM മത്സരിക്കുന്നത്. ഈ പാർട്ടി എങ്ങനെയാണ് മോദിയെ താഴെ ഇറക്കുക എന്നും വി ഡി സതീശൻ ചോദിച്ചു. 540 സീറ്റാണുള്ളത് അല്ലേ? ഈ CPM എത്ര സീറ്റിൽ മത്സരിക്കേണ്ടാകെ? കേരളത്തിലൊരു 15, 2 തമിഴ്നാട്ടിൽ, 1 രാജസ്ഥാനിൽ, 1 ത്രിപുരയിൽ, 19 സീറ്റ്. ബാക്കി ബംഗാളിലൊക്കെ മത്സരിക്കുന്നത് വെറുതെ കൊടുത്തേക്കുക. 6ാം സ്ഥാനത്ത് 7ാം സ്ഥാനത്തൊക്കെയാണ് പോകുന്നത്. അപ്പോൾ
19 സീറ്റിൽ ആകെ മത്സരിക്കുന്ന CPM ആണ് മോഡിയെ താഴെ ഇറക്കാൻ പോകുന്നത്. വെറുതെ പറയല്ലേ, അവര് വെറുതെ പറയല്ലേ. നമ്മൾ മോഡിയെ താഴെ ഇറക്കാൻ മത്സരിക്കുമ്പോൾ അവർ മത്സരിക്കുന്നത് എന്തിനാ? അവരുടെ അംഗീകാരം നഷ്ടപ്പെടാതിരിക്കാൻ, അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നം നഷ്ടപ്പെടാതിരിക്കാനാണ് അവർ മത്സരിക്കുന്നത്. അത് മറച്ചു വയ്ക്കാനാണ് ഇത് എല്ലാം സംസാരിക്കുന്നത്. അല്ലാതെ 19 സീറ്റിൽ മത്സരിച്ച് മോഡിയെ താഴെ ഇറക്കാൻ പറ്റുമോ? സ്വന്തം ചിഹ്നം നിലനിർത്താനാണ് CPM ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇല്ല, അവരിപ്പോൾ ശ്രമിക്കുന്നത് എന്താ? അവരുടെ ചിഹ്നം അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നം നഷ്ടപ്പെടും. അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ധർമ്മടം നിയോജക മണ്ഡലത്തിൽ കണ്ണൂര് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ശ്രീ പിണറായി വിജയന് മരപ്പട്ടി അടയാളത്തിൽ വോട്ട് ചെയ്യുക എന്ന് എഴുതി വെക്കേണ്ടി. അതിലേക്കാണ് പോകുന്നത്. കൗവായിൽ നടന്ന UDF കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു VD സതീശൻ. പരിപാടിയിൽ CH അബ്ദുറഹ്മാൻ അധ്യക്ഷനായി. കാസർഗോഡ് DCC പ്രസിഡന്റ് PK ഫൈസൽ, UDF നേതാക്കളായ KT സഹദുള്ള, K ജയരാജ്, AP നാരായണൻ, MP ഉണ്ണികൃഷ്ണൻ, VP സുഭാഷ്, KV കൃഷ്ണൻ, B സജിത് ലാൽ, KP മോഹനൻ, SA ഷുക്കൂർ ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മതവിദ്വേഷത്തിന്റെ പുത്തൻ പരീക്ഷണങ്ങളാണ് സംഘപരിവാർ ശക്തികൾ രാജ്യത്ത് നടത്തുന്നതെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ പറഞ്ഞു. LDF ആലപ്പടമ്പ ലോക്കൽ തിരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്ത് മാത്തിലിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിലെ കോർപ്പറേറ്റുകളുടെ ആസ്തി ഇരട്ടിയായി വർദ്ധിച്ചു എന്നതു മാത്രമാണ് 10 വർഷത്തെ മോദി ഭരണത്തിന്റെ നേട്ടമെന്നും LDF ആലപ്പടമ്പ ലോക്കൽ തിരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ പറഞ്ഞു. BJP ആദ്യമായി ഇന്ത്യയിൽ അധികാരത്തിൽ വന്നത് ഗുജറാത്തിലാണ്. ഗുജറാത്ത് കോൺഗ്രസ് നിറഞ്ഞു നിന്ന് ഭരണം നടത്തിയ സംസ്ഥാനമായിരുന്നു. ഗാന്ധിജിയുടെ ജന്മനാട്. ആ ഗുജറാത്തിൽ ജനസംഘം BJP സ്വാധീനം ചെലുത്തിയത് കോൺഗ്രസിന്റെ നയത്തിന്റെ ഫലമായിട്ടാണ്. ഗുജറാത്തിൽ കോൺഗ്രസ് തകർന്നപ്പോൾ അവിടെ വളർന്നു വന്നത് RSSും ജനസംഘവും BJPയുമാണ്. കോൺഗ്രസിന്റെ നയത്തിന്റെ ഫലമാണത്. കോൺഗ്രസ് സ്വീകരിച്ചു വരുന്ന ഒരു നയ സമീപനം അങ്ങനെയാണ്. ഗുജറാത്തിൽ അധികാരം പിടിച്ചപ്പോൾ അവർ അവിടെ നടത്തിയ പ്രധാന പ്രവർത്തനം വംശഹത്യ, വംശകലാപം. MV സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. V നാരായണൻ, അഡ്വക്കേറ്റ് P സന്തോഷ്, P ശശിധരൻ, KV ബാബു, ഇക്ബാൽ പോപ്പുലർ, K ജയൻ, VV ഭാസ്കരൻ, T വിജയൻ, ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. പൊതുയോഗത്തിനു മുൻപ് വടശ്ശേരി മുക്കിൽ നിന്നും ആരംഭിച്ച തിരഞ്ഞെടുപ്പ് റാലി ടൗൺ ചുറ്റി പൊതുയോഗ സ്ഥലത്ത് സമാപിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പിണറായി വിജയനും നരേന്ദ്രമോദിയും അണ്ണനും തമ്പിയുമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. UDF തിരഞ്ഞെടുപ്പ് കുടുംബസംഗമം തിരുമേനിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDF തിരഞ്ഞെടുപ്പ് കുടുംബസംഗമം തിരുമേനിയിൽ VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. ഇരു കക്ഷികളും ഇന്ത്യയിൽ നിന്ന് കോൺഗ്രസിനെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് VD സതീശൻ പറഞ്ഞു. മാത്രമല്ല, ഈ തിരഞ്ഞെടുപ്പിൽ LDF 3ാം സ്ഥാനത്തേക്ക് പോവുകയും അതോടെ പാർട്ടിയുടെ അംഗീകാരവും ചിഹ്നവും നഷ്ടപ്പെടുമെന്നും VD സതീശൻ പറഞ്ഞു. കോൺഗ്രസ് മുക്ത ഭാരതമാണ് BJPയുടെ ലക്ഷ്യം. കോൺഗ്രസ് വിരുദ്ധതയാണ് പിണറായി വിജയന്റെ ആശയം. ഇത് രണ്ടും തമ്മിൽ ഒരുമിച്ച് ചേരുകയാണ്. അപ്പോൾ പരസ്പര സഹായ സഹകരണ സംഘം രൂപീകരിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്കെതിരായ കേസ്, SNC ലാവലിൻ കേസ് സുപ്രീം കോടതിയിൽ 6.5 കൊല്ലമായിരിക്കുന്നു. 60 പ്രാവശ്യം മാറ്റിവെച്ചു. CBIയുടെ വക്കീലും കേന്ദ്ര സർക്കാരിന്റെ വക്കീലും ഹാജരാവില്ല. കള്ളക്കടത്ത് കേസ്, ലൈഫ് മിഷൻ കോല കേസ്, അതിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അകത്തുപോയി. മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്നൊരു മൊഴി പോലും വാങ്ങിച്ചിട്ടില്ല. കേരള കോൺഗ്രസ് നേതാവ് ജോസഫ് മുള്ളൻമട അധ്യക്ഷത വഹിച്ചു. KK സുരേഷ് കുമാർ, മഹേഷ് കുന്നമ്മൽ, TP ചന്ദ്രൻ തുടങ്ങിയ നേതാക്കൾ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. കടയുടെ മുന്നിൽ നിർത്തിയിട്ട ഇലക്ട്രിക് സ്കൂട്ടർ നശിപ്പിച്ചതായി പരാതി. കുഞ്ഞിമംഗലം വണ്ണച്ചാലിലെ PV പ്രിയേഷിന്റെ കടയുടെ മുന്നിൽ നിർത്തിയിട്ട വാഹനമാണ് നശിപ്പിച്ചിരിക്കുന്നത്. കുഞ്ഞിമംഗലം വണ്ണച്ചാലിലെ PV പ്രിയേഷ് കണ്ടംകുളങ്ങരയിലെ കടയ്ക്ക് മുന്നിൽ നിർത്തിയിട്ട ഇലക്ട്രിക് സ്കൂട്ടറാണ് കഴിഞ്ഞ ദിവസം രാത്രി സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചതായി പറയുന്നത്. വാഹനത്തിന്റെ സീറ്റിലും മറ്റും കേടുപാടുകൾ വരുത്തിയിട്ടുണ്ട്. ഇതു സംബന്ധിച്ച് പയ്യന്നൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്ന് പ്രിയേഷ് പറഞ്ഞു. സീറ്റ് ബ്ലേഡ് കൊണ്ടും കീറിയിട്ടും
പിന്നെ അതുപോലെ തന്നെ വണ്ടി വേറെ മൂർച്ചയുള്ള ആയുധം കൊണ്ട് നശിപ്പിക്കുക ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനെതിരെ സ്റ്റേഷനിൽ ഇന്ന് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. കരിവെള്ളൂരിൽ നടപ്പുവഴിയിൽ KSEB വൈദ്യുതി തൂൺ സ്ഥാപിച്ചതായി ആരോപണം. ഇതോടെ ഇതുവഴി നടന്നു പോകാൻ കഴിയാത്ത അവസ്ഥയായി. കരിവള്ളൂർ കുണിയൻ മാന്യഗുരു വായനശാലയ്ക്ക് സമീപമാണ് KSEB നടപ്പുവഴിയിൽ വൈദ്യുതി തൂൺ സ്ഥാപിച്ചത്. മാന്യഗുരു വായനശാലയുടെ മുന്നിൽ റോഡിൽ നിന്ന് കിഴക്കുഭാഗത്തേക്ക് 3 അടി വീതിയുമുള്ള നടവഴിയുണ്ട്. ഈ നടവഴിയിലാണ് തൂൺ സ്ഥാപിച്ചത്. നിലവിൽ ഇവിടെയുള്ള വൈദ്യുതി തൂൺ കാലപ്പഴക്കത്താൽ ദ്രവിച്ചു പോയിരുന്നു. ദ്രവിച്ച തൂൺ മാറ്റി പുതിയത് സ്ഥാപിക്കണമെന്ന് പ്രദേശവാസികൾ KSEB അധികൃതരോട് ആവശ്യപ്പെട്ടു. ദിവസങ്ങൾക്ക് മുൻപ് നടവഴിയുടെ മതിലിനോട് ചേർന്ന് നടന്നു പോകുന്ന വഴിയുടെ മധ്യഭാഗത്ത് തൂൺ സ്ഥാപിച്ചു. ഇതോടെ ഇതുവഴിയുള്ള കാൽനടയാത്ര ദുസ്സഹമായതായി പ്രദേശവാസി വത്സൻ പറയുന്നു. ഞാൻ ഒരു കൊല്ലമായി ഞാൻ ഈ പോസ്റ്റ് മാറ്റാൻ അവിടെ അപേക്ഷ കൊടുത്തിട്ട് ഞാൻ അറിയാതെ വന്നിട്ട് അവർ മാറ്റുമ്പോൾ ഞാൻ വന്നിട്ട് അവരോട് പറഞ്ഞു ഇത് ഒരു സൈഡിനിടണം. എന്തായാലും കരാറുകാരാന്ന് വന്നത്. കരാറുകാർ വന്നിട്ട് അതേമാതിരി കുഴിച്ചിട്ടിട്ട് പോയി. ഞങ്ങൾക്ക് പോസ്റ്റ് ഐഡിയ ഇല്ല, അവിടെ കുഴിച്ചിടാനുള്ള അധികാരമില്ല. എന്നിട്ടും അവർ കുറച്ച് മാറ്റിയിട്ട് ആണ് കുഴിച്ചിട്ടില്ല. അത് ആര് വന്നിട്ട് നോക്കിയാലും കാണാൻ പറ്റുന്ന അവസ്ഥയാണ്. എനിക്കിപ്പോൾ നടന്നിട്ട് പോകാൻ ഒരു വഴിയില്ല. ഇപ്പുറത്തെ ഭാഗത്ത് മുതലിട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തീരെ പോകാൻ കഴിയില്ല. അതിനൊരു പരിഹാരം ഇലക്ട്രിസിറ്റിക്കാർ ഉണ്ടാക്കി തരണം. നടന്നു പോകാൻ തടസ്സമില്ലാത്ത വിധത്തിൽ തൂൺ മാറ്റി സ്ഥാപിക്കണമെന്നാണ് സമീപവാസികളുടെ ഇപ്പോഴത്തെ ആവശ്യം. തൂൺ സ്ഥാപിക്കാൻ കരാറെടുത്തവരാണ് നടവഴിയിൽ തൂൺ സ്ഥാപിച്ചതെന്നാണ് KSEBയുടെ വിശദീകരണം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പഴയങ്ങാടിയിൽ ബോട്ട് റേസ് ഗ്യാലറിയും ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് നിർമ്മാണവും പൂർത്തിയായി. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലുടൻ തന്നെ ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റും ബോട്ട് റേസ് ഗ്യാലറിയും പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കുമെന്ന് M. വിജിൻ MLA പറഞ്ഞു. മലനാട് മലബാർ റിവർ ക്രൂയിസ് ടൂറിസം പദ്ധതിയുടെ ഭാഗമായാണ് പഴയങ്ങാടി മുട്ടുകണ്ടി ഏഴോം റോഡിൽ റിവർവ്യൂ പാർക്കിന് സമീപം ഗ്യാലറിയും ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റും നിർമ്മിച്ചത്. ബോട്ട് റേസ് ഗ്യാലറിക്ക് 2.87 കോടി രൂപയും ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റിന് 1.88 കോടി രൂപയുമാണ് അനുവദിച്ചത്. പഴയങ്ങാടിയിൽ വള്ളംകളി സൗകര്യപ്രദമായി കാണാൻ പറ്റുന്ന നിലയിലുള്ള ഗ്യാലറിക്ക് 65 മീറ്റർ നീളവും 2 മീറ്റർ വീതിയുമുണ്ട്. 500-ലേറെ പേർക്ക് ഇരിക്കാനുമാകും. കരയിൽ നിന്നും 25 മീറ്റർ അകലത്തിൽ ജലോപരിതലത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഭക്ഷണശാലയ്ക്ക് 3000 ചതുരശ്ര അടി വിസ്തീർണമുണ്ട്. ഒരേ സമയം 80-ലധികം പേർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യവുമുണ്ടാകും. ബോട്ടുകളിലും ഹൗസ് ബോട്ടുകളിലും എത്തുന്നവർക്ക് റെസ്റ്റോറൻറ്റിനോട് ചേർന്ന് ബോട്ടടിപ്പിക്കാനും യാത്രക്കാർക്ക് ഭക്ഷണശാലയിലേക്ക് കയറുന്നതിനുള്ള സൗകര്യവുമുണ്ട്. 17 മീറ്റർ നീളത്തിൽ ഇരുമ്പ് പാലവും പ്രവേശന കവാടത്തിൽ ഒരുക്കി. തീരത്ത് സോളാർ വിളക്കുകളും അലങ്കാര വിളക്കുകളും ഒരുക്കിയിട്ടുണ്ട്. സുരക്ഷയ്ക്കായി സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിച്ച കൈവരികളും നിർമ്മിച്ചിട്ടുണ്ട്. വാഹന പാർക്കിങ്ങിന് കരിങ്കൽ പതിച്ച പാർക്കിംഗ് സൗകര്യവുമുണ്ട്. ടൂറിസം രംഗത്ത് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം കല്യാശ്ശേരി മണ്ഡലത്തിലുണ്ട്. നേരത്തെ നമ്മുടെ മുൻ MLA ആയിരുന്ന രാജേശ്വരൻ്റെ കാലത്ത് ആരംഭിച്ച ചൂട്ടാട്, വയലപ്പുഴ ഉൾപ്പെടെയുള്ള ടൂറിസം പദ്ധതികൾ അതിനെ കൂടുതൽ ശക്തിപ്പെടുന്ന ഇപ്പോൾ ചൂട്ടാട് അഡ്വഞ്ചർ ടൂറിസം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ അതിന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മലനാട് റിവർ ക്രൂയിസം പദ്ധതി, ആ റിവർ ക്രൂയിസം പദ്ധതിയുടെ ഭാഗമായി പഴയങ്ങാടി പുഴയെ വലിയ രീതിയിലേക്ക് മാറ്റുന്നതിന് ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റും ബോട്ട് റേസ് ഗ്യാലറിയും അതിൻ്റെ പ്രവൃത്തി പൂർത്തീകരിച്ചിരിക്കുക. അപ്പോൾ ഏതായാലും ഇലക്ഷൻ കൂടി ഡിക്ലെയർ ചെയ്ത ഘട്ടത്തിലാണ് മറ്റ് നടപടിക്രമത്തിലേക്ക് പോകാൻ പറ്റാതിരിക്കുന്നത്. ഏതായാലും ജൂൺ മാസം കഴിയുന്നതോടുകൂടി തന്നെ നമുക്കത് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് നാട്ടിലെ ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ പറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിമനോഹരമായ നമ്മുടെ മണ്ഡലത്തിൻ്റെ ടൂറിസം സാധ്യതയിൽ ഏറ്റവും മികച്ച ഒരു ഇടപെടലായി നമുക്ക് ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റിനെ മാറ്റാൻ വേണ്ടി പറ്റും. വിനോദസഞ്ചാര വകുപ്പിന് കീഴിലെ പൊതുമേഖലാ സ്ഥാപനമായ കെല്ലാണ് ഇരു പ്രവൃത്തികളുടെയും നിർവഹണ ഏജൻസി. പഴയങ്ങാടിയുടെ ഓളപ്പരപ്പിലിരുന്ന് ഇനി ഇഷ്ടവിഭവങ്ങൾ നുണയാം. ബോട്ട് റേസ് ഗ്യാലറിയിലിരുന്ന് മതിയാവോളം പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാം. മലബാർ റിവർ ക്രൂയിസം പദ്ധതിയുടെ ഭാഗമായുള്ള ടൂറിസം പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ബോട്ട് റേസ് ഗ്യാലറിയും ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റേയും പ്രവൃത്തി പൂർത്തിയായിരിക്കുകയാണ്. പഴയങ്ങാടിയിൽ നിന്ന് ക്യാമറമാൻ സുമേഷ് പയ്യന്നൂരിനോടൊപ്പം നികേഷ് താവം, നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ഭക്തിയുടെ നിറവിൽ താരാപുരം ശ്രീ ദുർഗാംബിക ക്ഷേത്രത്തിൽ യക്ഷിക്കളം പാട്ട്. പഞ്ചവർണ്ണ പൊടി കൊണ്ട് എഴുതിയ യക്ഷിക്കളം ഏവരെയും ആകർഷിക്കുന്ന കാഴ്ചയാണ്.
പഴയങ്ങാടി താരാപുരം ശ്രീ ദുർഗാംബിക ക്ഷേത്രം തിറമഹോത്സവത്തിൻ്റെ ഭാഗമായാണ് യക്ഷിക്കളം പാട്ട് അരങ്ങേറിയത്. ഉമിക്കരിയ, അരിപ്പൊടി, മഞ്ഞൾപ്പൊടി, വാകപ്പൊടി, നീലം തുടങ്ങിയ പഞ്ചവർണ്ണങ്ങൾ ഉപയോഗിച്ചാണ് മണിനാഗക്കളം ഒരുക്കിയത്. എസ് ബാലകൃഷ്ണൻ ചേർത്തലയാണ് കളമെഴുത്തും സർപ്പപ്പാട്ടും നടത്തുന്നത്. മണിനാഗത്തിൻ്റെ കളം പഞ്ചവർണ്ണപ്പൊടികൾ കൊണ്ട്, അതുപോലെ തന്നെ അടുത്ത നാളത്തെ കളം അഷ്ടനാഗക്കളം, അനന്തോ, വാസുകി, ശംഖുപാലക, പത്മൻ, മഹാപത്മൻ, കാർകോടകൻ എന്നീ 9 രൂപങ്ങളാണ് വരച്ച് അഷ്ടനാഗങ്ങളെ സങ്കല്പിച്ച് നടത്തിപ്പോരുന്നത്. ഇത് കേരളത്തിൽ ചില സ്ഥലങ്ങളിൽ മാത്രമേ ഇത് അവതരിപ്പിക്കുന്നുള്ളൂ. ഇത് ദക്ഷിണ കേരളം, ഉത്തര കേരളം, മധ്യ കേരളം എന്നീ സ്ഥലങ്ങളിൽ വിവിധ രീതിയിലാണ് ഈ സർപ്പാരാധന നടത്തിപ്പോരുന്നത് എന്ന് ഞാൻ പറഞ്ഞുകൊള്ളുന്നു. അതിപുരാതനമായ കാലത്ത് തന്നെ നിലനിന്നിരുന്ന അനുഷ്ഠാന കലയെ ഭക്തിയാദരവോടെ ഇന്നും കൊണ്ടാടുകയാണ് ഇവർ. നാഗക്കളം പൂജയ്ക്ക് ശേഷം യക്ഷിക്കളം പാട്ടിനൊപ്പം യക്ഷിയമ്മ ഉറഞ്ഞാടി ക്ഷേത്രത്തിലെത്തുന്നു. ഭക്തജനങ്ങൾ പട്ട്, ഇളനീർ, പനിനീർ എന്നിവ വഴിപാടായി നൽകുന്നു. ഉത്സവകാലത്ത് നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലെത്തി വഴിപാട് സമർപ്പണം നടത്തുന്നുണ്ടെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. ഉച്ചുളിക്കടവത്ത് ഭഗവതി, അതുപോലെ തന്നെ ശ്രീ ദുർഗാംബികയും കുടികൊള്ളുന്ന ക്ഷേത്രം, അതേപോലെ തന്നെ നമ്മുടെ യക്ഷിക്കളം കാലകാലങ്ങളായിട്ട് ഇവിടെ കുടികൊള്ളുന്ന യക്ഷിയാണ്. ഒരു യക്ഷിയല്ല, 5 യക്ഷിമാരുണ്ട്. അതിവിടെ ഒരുപാട് പേർക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. കാരണം കുട്ടികളില്ലാത്തവർക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് കുട്ടികളില്ല എന്നുള്ള ദുഃഖങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് പിന്നെ അത് പിന്നത്തെ കൊല്ലം വരുമ്പോൾ നമ്മൾ അതിൻ്റെ ഇത് കാണുന്നുണ്ട്. അങ്ങനെ നല്ല ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ സന്തോഷമായിട്ട് കാണുന്നുണ്ട്. ഏപ്രിൽ 17 രാവിലെ ഉച്ചൂളിക്കടവത്ത് ഭഗവതിയുടെ തിരുമുടി നിവരും. രാത്രി 10 മണിക്ക് അഷ്ടനാഗക്കളവും ഉണ്ടാകും. ഉത്തരകേരളത്തിൽ അപൂർവമായി തെയ്യവും അതുപോലെ തന്നെ നാഗക്കളവും നടക്കുന്ന അപൂർവമായ ക്ഷേത്രങ്ങളിലൊന്നാണ് മാടായിലെ താരാപുരം ദുർഗാംബിക ക്ഷേത്രം. താരാപുരം ദുർഗാംബിക ക്ഷേത്രത്തിൽ നിന്നും ക്യാമറമാൻ സുമേഷ് പയ്യന്നൂരിനോടൊപ്പം നികേഷ് താവും, നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പാടിയോട്ടുചാൽ മച്ചിയിൽ ശ്രീ പഞ്ചമൂർത്തി ദേവസ്ഥാനം കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി. മുന്നോടിയായുള്ള കലവറ നിറക്കൽ ഘോഷയാത്ര നടന്നു. പാടിയോട്ടുചാൽ മച്ചിയിൽ ശ്രീ പഞ്ചമൂർത്തി ദേവസ്ഥാനം കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി. മുന്നോടിയായുള്ള കലവറ നിറക്കൽ ഘോഷയാത്ര നടന്നു. രാവിലെ ഗണപതി ഹോമത്തോടെയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. പാടിയോട്ടുചാൽ ശ്രീ മുത്തപ്പൻ ദേവസ്ഥാനത്ത് നിന്ന് ആരംഭിച്ച ഘോഷയാത്ര ടൗൺ ചുറ്റി ക്ഷേത്രസന്നിധിയിൽ സമാപിച്ചു. തുടർന്ന് ചൊവ്വാഴ്ച വിവിധ തെയ്യക്കോലങ്ങളുടെ തോറ്റം പുറപ്പാടും, സമാപന ദിവസമായ ബുധനാഴ്ച കുട്ടിച്ചാത്തൻ, ഭൈരവൻ, പൊട്ടൻതെയ്യം, കുറത്തിയമ്മ, ഗുളികൻ തുടങ്ങിയ തെയ്യക്കോലങ്ങളും കെട്ടിയാടും. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇന്ത്യയുടെ ഭരണഘടനയെയും മതേതരത്വവും തകർക്കുന്ന സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നത് എന്ന് സിപിഐഎം ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. പഴയങ്ങാടിയിൽ LDF തിരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുഞ്ഞിമംഗലത്ത് CPIM ഓഫീസിന് നേരെ അക്രമം. CPIM കുഞ്ഞിമംഗലം നോർത്ത് ലോക്കലിലെ താമരംകുളങ്ങര ബ്രാഞ്ച് ഓഫീസ് ഷേണായി സ്മാരക മന്ദിരത്തിന് നേരെയാണ് അക്രമം നടന്നത്. തിരഞ്ഞെടുപ്പ് പ്രചരണ ബോർഡുകളും കൊടികളും കൊടിമരവും ഫർണിച്ചറുകളും നശിപ്പിച്ചു. ചൊവ്വാഴ്ച പുലർച്ചെയോടെയാണ് സംഭവം. അക്രമത്തിൽ പ്രതിഷേധിച്ച് പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. CPIM-ഉം BJP-യും ഒരു നാണയത്തിന്റെ 2 വശങ്ങളെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇലക്ട്രൽ ബോണ്ട് വഴി കേന്ദ്രം ജനങ്ങളെ വഞ്ചിച്ച പോലെ തന്നെയാണ് കേരളത്തിൽ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പും നടന്നിട്ടുള്ളത്. പുനർനിർമ്മിക്കപ്പെട്ട എടനാട് മഹാത്മാ മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചീമേനി ചെമ്പ്രകാനത്ത് യുവതി മക്കളെ കൊന്ന് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പോലീസ് അന്വേഷണം ഭർത്തൃബന്ധുക്കളിലേക്ക്. സംഭവത്തിന് കാരണം കുടുംബവഴക്കാണെന്നാണ് പോലീസ് നിഗമനം. മരിച്ച സജനയുടെ ഫോൺ പോലീസ് സൈബർ സെൽ പരിശോധിച്ചു വരികയാണ്.
ന്യൂസ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.